ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ AN ജ്വല്ലറി തോറ്റ് തുന്നം പാടാൻ പോണ എപ്പിസോഡ് കാണാൻ വേണ്ടി പോകുന്ന ജഡ്ജസിന്റെ മുമ്പിൽ 10 ജ്വല്ലറിക്കാർ അങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ് പറയുന്നുണ്ട്, 10 ജ്വല്ലറിക്കാരെയും ഞങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ. ഒന്നിനൊന്ന് മെച്ചമാണോ എല്ലാം. പക്ഷേ അവസാന റൗണ്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് 6-8 പേരെ എലിമിനേറ്റ് ചെയ്യുന്നതാണ്. 2 പേർക്ക് മാത്രമാണ് അവസാനത്തെ റൗണ്ടിൽ അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് AN ജ്വല്ലറിയും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും പറഞ്ഞയക്കാട്ടോ. അവർ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം AN ജ്വല്ലറിയും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ 2 പേരിൽ ഒരാളെയാണ് ഞങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജ്വല്ലറിയുടെ ഡിസൈൻസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അതിൽ നയനയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നേറി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഇങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മുടെ മാളവികക്ക് അതുപോലെ സംസാരിക്കാൻ അറിയില്ലല്ലോ. അത് മാത്രമല്ല, മാളവിക അവിടെ വന്നിരിക്കണത് തന്നെ AN ജ്വല്ലറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാളവിക വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇവരെങ്ങനെയെങ്കിലും തോറ്റു കാണണം, അത് മാത്രമാണ് മാളവികയുടെ ഉദ്ദേശം. അപ്പൊ അവസാനം ആവുമ്പോഴേക്കും മാളവിക ഒരു എഫേർട്ട് എടുക്കാതെ തോൽക്കാൻ വേണ്ടി തന്നെ നിന്നു കൊടുക്കുന്നത് പോലെ ഡേവിഡിനും അതുപോലെ തന്നെ നമ്മുടെ അഭിക്കും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും മാളവിക എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എഫേർട്ട് ഒന്നും എടുക്കാത്തത്? ആ നയന ഓരോരോ ഡിസൈനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടില്ല, നീ തയ്യാറാക്കിയ ഡിസൈനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോലും നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. സർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിസൈൻ വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ, ഡിസൈനെ കുറിച്ച് വലിയ കാര്യമായിട്ട് നയനാമേടത്തിനെ പോലെ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല എന്നൊക്കെ പറയണം. പക്ഷെ അതിനുശേഷം നമ്മുടെ മാളവികക്ക് നല്ല രീതിയിൽ തന്നെ മാളവിക ഉഴപ്പുന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ ഡേവിഡും അതുപോലെ തന്നെ അഭിയും ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യക്ക് അറിയാം നമ്മുടെ നയനെയും ആദർശം വെച്ചിരിക്കുന്ന ഒരു സ്പൈ വർക്കറാണ് ഈ മാളവികയാണ്. അതുകൊണ്ട് നവ്യാണെന്നുണ്ടെങ്കിൽ മാളവികനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ ജഡ്ജസ് അവസാനം വിധി പറയാണ്. അങ്ങനെ ഈ മത്സരത്തിന്റെ യഥാർത്ഥ വിജയിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ആ വിജയ് ആരാണെന്ന് നിങ്ങളിൽ ഇനിയിപ്പോ അറിയാൻ പോവാണ്. അങ്ങനെ അവിടുത്തെ എല്ലാവർത്തുമായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയാണ്. മൂർത്തീസ് ജ്വല്ലറി എടുത്തു പറഞ്ഞത് നയന കളക്ഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനനെ വല്ലാതെ അഭിനന്ദിക്കാട്ടോ. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ഒരുപാട് പത്രക്കാരും TV-ക്കാരും ഒക്കെ തന്നെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നവ്യക്കും അതുപോലെ തന്നെ മാളവികക്കൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. ഈ വാർത്ത TV-യിലൂടെ മൂർത്തി മുത്തശ്ശൻ വരെ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നാഗേന്ദ്രൻ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കണം. എല്ലാം നശിപ്പിച്ചു. ആ മാളവിക നമ്മൾ ഉള്ള പോലത്തെ ഒരുത്തിയല്ല. അവൾക്ക് കൂറ് അവിടെയാന്ന് തോന്നുന്നു, ആ മൂർത്തീസ് ജ്വല്ലറിയില്. അല്ലെങ്കിലും ഇവള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയല്ല. ഇവൾ അവിടെ വന്നിരിക്കുന്നത് AN ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവള് ആ ആദർശിന്റെ സ്പൈ വർക്കർ ആണോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെയാണ് നാഗേന്ദ്ര ഈ മാളവിക ശരിക്കും യഥാർത്ഥത്തിൽ ആരാണെന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ അവസാനം ആ ഒരു ഉത്തരം കിട്ടാണ്. അതായത് മൂർത്തീസ് ജ്വല്ലറി മുമ്പ് നിന്നിരുന്ന മാനേജറിന്റെ മകളാണ് ഈ പറയുന്ന മാളവിക എന്ന് മനസ്സിലാക്കാണ് നമ്മുടെ നാഗേന്ദ്രൻ കേട്ടോ. അത് മനസ്സിലാക്കുന്ന നാഗേന്ദ്രനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും മനസ്സിലായി. അപ്പൊ എത്രയോ നാൾ ഇവിടെ വന്നതും ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടിയതും എല്ലാം തന്നെ ആദർശിനും നയനക്ക് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. ഡേവിഡിനെ വിളിച്ച് പറയുന്നുണ്ട്, ഡേവിഡെ അവളെ പൊക്കിയേക്ക് ആ മാളവികനെ. എന്താ സർ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവളാണ് കൂട്ടത്തിൽ നിന്ന് ചതിച്ചത് എന്ന് പറയാണ്. അങ്ങനെ മാളവികനെ അവിടെ ആരും കാണാതെ അവരപ്പോ തന്നെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യാട്ടെ. അപ്പൊ നവ്യ ഇതെല്ലാം തന്നെ നോക്കി കാണുന്നുണ്ട്. നവ്യാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അഭിയെടുത്ത് ചോദിക്കേണ്ട, അല്ല ഈ മാളവികനെ എന്തിനാ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് മാറ്റേം ചോദിക്കുമ്പോ, അതെ നവ്യ, നീ വേറെ ആർത്തും പറയണ്ട, ഈ മാളവിക നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല. പിന്നെ അവൾ ആ ആദർശിന്റെ നയനയുടെ സ്പൈ വർക്കറാണ്. അതൊക്കെ അബിയുടെ തോന്നലായിരിക്കും, എനിക്ക് തോന്നണമൊന്നുമില്ല. ആ പെൺകുട്ടി AN ജ്വല്ലറിക്ക് വേണ്ടി ഇന്നലെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പണിയെടുത്തിരിക്കുന്നത്. അതുപോലെ അവള് കാണിച്ചു കൂട്ടിയതാ. എന്നോടത്ത് പറയേണ്ട ആൾക്കാരും ചെയ്യേണ്ട ആൾക്കാരും എല്ലാം ഇനി അവളെ ചെയ്തോളും. അവള് കൂടെ നിന്ന് ചതിക്കുമായിരുന്നു. അല്ല, അവൾ എവിടേക്കാ മാറ്റിയിരിക്കുന്നത്? വേറെ എവിടേക്കാ? AN ജ്വല്ലറിയുടെ ഗോഡൌൺ ഉണ്ടല്ലോ, അവിടേക്കാ മാറ്റിയിരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നവ്യ അപ്പൊ തന്നെ കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയക്കാട്ടോ. ഇടി, നീ എത്രയും പെട്ടെന്ന് ആദർശേട്ടനെ മെസ്സേജ് അയക്കണം. മാളവികനെ കൊല്ലാൻ വേണ്ടി ഇവരുടെ ഗോഡൌണില് ഒളിപ്പിച്ചിരിക്കുകയാണ്. അത് നീ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം, മാളവികനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറയണം. കൂട്ടുകാരി അപ്പൊ തന്നെ നമ്മുടെ ആദർശിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ മാളവികയുടെ ജീവൻ ആപത്താണ്, ഇന്ന സ്ഥലത്ത് മാളവികനെ കൊണ്ടുപോയിരിക്കുകയാണ്.
അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. മാളവികനെ ഡേവിഡും നാഗേന്ദ്രനും ആ ഒരു ഗോഡൌണിൽ കൊണ്ടുപോയി ആ സമയം തന്നെ അവിടേക്ക് ആദർശം വരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ഒന്നും തന്നെ അറിയുന്നില്ല. നയന ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും മാളവികനെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കാം. മാളവിക ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അവിടെ പോയി 1 മാസം അവിടെ പോയിട്ട് ജോലി ചെയ്ത്, അതായത് ഇവർക്ക് വേണ്ടി ജോലി ചെയ്തതല്ലേ മാളവികയുടെ. അപ്പൊ ആ ഒരു പണി കഴിഞ്ഞു. പോകുന്നതിന് മുമ്പ് മാളവികനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് നമ്മുടെ നയന വിചാരിച്ചത്. പക്ഷെ ആ പരിപാടി കഴിഞ്ഞ് നയന നോക്കുമ്പോഴേക്കും മാളവികനെ കാണുന്നില്ല. മാളവിക ഇത് എവിടെ പോയി എന്ന് വിചാരിക്കുകയാണ് നയന കേട്ടോ. ഇനി മാളവിക വല്ല അപകടം പറ്റിയോ? അഭിയുടെ ജ്വല്ലറിക്കാരും ഒക്കെ മനസ്സിലാക്കിയോ മാളവിക ഒരു രഹസ്യമായിട്ട് ഞങ്ങൾ കൊണ്ടു നിർത്തിയേക്കുന്ന ഒരു വർക്കറാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കാണുമായിരിക്കും എന്നൊക്കെ നയനക്കും ആകെ ടെൻഷൻ ആവാട്ടോ. നയന അനിയടുത്ത് പറയണ്ട്, അനി ഇവിടെ ഒന്നും തന്നെ മാളവികനെ കാണുന്നില്ല. എനിക്ക് സംശയം സത്യങ്ങളൊക്കെ തന്നെ ആ അഭിയുടെ കൂട്ടാളികൾ മനസ്സിലാക്കിയെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാളവികയുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറയാണ്. വേഗം തന്നെ നയന ആദർശിനെ വിളിക്കണ്ട. ആദർശട്ടാ, മാളവികനെ ഇവിടെ എങ്ങും കാണുന്നില്ലെന്ന് പറയാണ്. ആദർശ് പറയണ്ട്, പേടിക്കേണ്ട നയനെ, അവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. ആ ജ്വല്ലറിക്കാർക്ക് അവർ മാളവികനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് ആദർശേട്ടന് എങ്ങനെ മനസ്സിലായി? നമ്മുടെ ഒരു മെസ്സേജ് വരാറുണ്ടല്ലോ, നമ്മളെ സഹായിക്കുന്ന ഒരു പെൺകുട്ടി നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ടല്ലോ. അവരുടെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു. മാളവികനെ എവിടേക്കാണ് മാറ്റിയേക്കുന്നത് പോലും അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോകുവാണ്. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മാളവികനെ അവർ എന്തിനും ചെയ്യണം മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. കാരണം നമുക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട് അവിടെ പോയി ഇതെല്ലാം ചെയ്തത് മാളവികയാണ്. അതുകൊണ്ട് മാളവികനെ എങ്ങനെയെങ്കിലും ഇതിന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതുകൊണ്ട് നയനെ നീ ഫോം വെച്ചോ, ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോം വെക്കുകയാണ്. അങ്ങനെ മാളവികനെ അവിടെ ആ ഒരു ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കാട്ടോ. നമ്മുടെ ഡേവിഡ് മാത്രമേ അവിടെ ഉള്ളൂ. ഡേവിഡ് പറഞ്ഞെടി, ഞങ്ങളുടെ കൂടെ നിന്നിട്ട് നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ, ഇനി നീ പുറം ലോകം കാണാന്ന് വിചാരിക്കേണ്ടി. ഞങ്ങളെ ചതിക്കാൻ മാത്രല്ല, അബീനെ നീ കുപ്പിയിലും ആക്കി അബിസാറിനെ. നീ എന്താടി വിചാരിച്ചത്? അബിസാർ അവിടുത്തെ വെറും ഒരു സ്റ്റാഫാണെന്നോ? അബിസാറെ അവിടുത്തെ സിഇഒയുടെ മകനാടി. അങ്ങനെയുള്ള അബിസാറിനെ നീ ചതിച്ചു, ഞങ്ങളുടെ കമ്പനിയെ നീ ചതിച്ചു. അങ്ങനെയുള്ള നീ ഇനി ജീവനോടെ വേണ്ട, നിന്നെ കൊന്നു കളയാനാണ് നാഗേന്ദ്ര സാർ പറഞ്ഞിരിക്കുന്നത്. അതേടി, നിന്നെ കൊല്ലാൻ പോവാ. നീ ഇവിടുള്ള കാര്യം ആർക്കും അറിയില്ല. നീ ഇത്ര നാളെ ജോലി ചെയ്തത് ആ ആദർശിനും നയനക്കും വേണ്ടിട്ടല്ലേ. അവര് പോലും നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരില്ല. നീ മരിക്കാൻ പോവാടി, തീർന്നു. നിന്റെ ഭർത്താവിന് നിന്റെ ശവശരീരം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലാനായിട്ട് നമ്മുടെ ഡേവിഡ് ഇങ്ങനെ കൈ ഇങ്ങനെ ഓങ്ങുമ്പോഴേക്കും അവിടേക്ക് ആദർശ് വരുവാണ്. ആദർശ് പിന്നെ നമ്മുടെ മാളവികനെ രക്ഷിച്ച ഡേവിഡിനെ 2-3 അടിയും കൊടുത്ത് അവിടെ നിന്ന് മാളവികനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ ഇനിയിപ്പോ തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി മുതൽ അന്നുള്ള പ്രൊമോ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.